ഗൈസ് അപ്പോൾ കുറേ നാൾക്ക് മുമ്പ് എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ എൻ്റെ ബ്രസീലിയൻ സെൻസി OP49 സെൻസിയുടെ പാക്ക് ഫ്രീ ആയിട്ട് കൊടുത്തായിരുന്നു എല്ലാവർക്കും. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, ബ്രോ ഈ പാക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ട് എങ്ങനെ യൂസ് ചെയ്യണം കറക്റ്റായിട്ട്. പലർക്കും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോ അവർക്ക് വേണ്ടിയാണ്, ഇത് ഫ്രീ ഫയർ കളിക്കുന്ന പട്ടീസിന് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ആൻഡ്രോയിഡിൽ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും എങ്ങനെ കറക്റ്റായിട്ട് സെൻസ് യൂസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ഇത് ഫ്രീ ഫയർ കളിക്കുന്ന ചങ്ക് പിള്ളേർക്കെല്ലാം അയച്ചു വിട്ടതേക്ക് ഈ വീഡിയോയിൽ ഞാൻ വേറെ രീതിയിലാണ് പറഞ്ഞിരുന്നത്. അതായത് എൻ്റെ ഫോൺ iOS ഡിവൈസാണ്, അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫോൺ iOSൽ ആൻഡ്രോയിഡ് സെൻസി വർക്കാവത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ വേറൊരു ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്തേക്കുന്ന സ്ക്രീൻഷോട്ട്സ് വെച്ചിട്ട് ഓരോന്നിനും പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്ന് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ iOSകാർ ഈ വീഡിയോ കാണുന്ന iOS ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തേക്ക്. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, iOS മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അപ്പോൾ തന്നെ അതിനുള്ള വീഡിയോ 2 ദിവസം വെച്ച് ചെയ്ത് ഇടുന്നതായിരിക്കും യൂട്യൂബിൽ. എന്നിട്ട് അത് അയച്ചു തരാം ലിങ്ക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്, പിന്നെ ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ കാര്യങ്ങൾ കിടക്കാം. ആദ്യം ചെയ്യേണ്ടത് ഞാൻ തന്ന ലിങ്ക് ഉപയോഗിച്ച് സെൻസ് ഡൗൺലോഡ് ചെയ്യും. അതായത് ബ്രസീലിയൻ സെൻസ് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ 145 MB ഉണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഫയൽ മാനേജറിലേക്ക് ഇത് സേവ് ചെയ്യണം. അപ്പോൾ കുറേ പേർ ഫോൺസിൽ ഫയൽ മാനേജർ ഉണ്ട്, പക്ഷേ സേവ് ആവത്തില്ല. കുറേ പേര് സേവ് ആവുന്നവരുണ്ടെങ്കിൽ സേവ് ചെയ്ത് അത്രയും വെച്ചിരിക്കുക. ബാക്കി സേവ് ആവാത്തൊരു ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതും ഫയൽ മാനേജർ പോലത്തെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേര് പറയുമ്പോൾ RAR എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിലുണ്ട്, iOSകാരില്ല പ്ലേ സ്റ്റോറിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു ആപ്പിനകത്തോട്ട് ഈ ഒരു ഫയൽ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഫയൽ മാനേജർ ആഡ് ചെയ്യും. എന്നിട്ട് അതിനകത്തോട്ട് അവർ പാസ്വേഡ് വയ്ക്കും. ഫയൽ മാനേജർ ഉള്ളവർ ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അവർ പാസ്വേഡ് വയ്ക്കും. അപ്പോൾ ഡയറക്റ്റ് പാസ്വേഡ് എന്ന് പറയുമ്പോൾ 121 ആണ് പാസ്വേഡ് കൊടുക്കുമ്പോൾ തന്നെയാണ് അത് ഓപ്പൺ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഫയൽ മാനേജർ ഇല്ലാത്തൊരു എടുക്കുക. അവർ ജസ്റ്റ് RRനകത്തുള്ള അങ്ങോട്ട് ഫയൽ ഷെയർ ചെയ്യുമ്പോൾ സെയിം ഇതേ പ്രോസസ്സ് തന്നെ അവരെ എക്സ്ട്രാക്ഷൻ അങ്ങനെന്തോ പറയുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് പാസ്വേഡ് കൊടുക്കുക 1211 പാസ്വേഡ്. ഓക്കെ, ഇനി അപ്പോൾ 2 രീതി സെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 2 രീതി യൂസ് ചെയ്ത് 2 രീതി നല്ല രീതിയിൽ തന്നെ പവർഫുള്ളാണ്. ഒന്നെന്ന് പറയുമ്പോൾ ഓക്കെ, ഇത്രയും വരെ രണ്ട് രീതി കേൾക്കും. ഇനി അങ്ങോട്ടെല്ലാം ഒരുമിച്ച് കേൾക്കുക. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സെൻസി ആ പാസ്വേഡ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സെൻസി ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിനകത്ത് ബ്രസീലിയൻ ലാംഗ്വേജിലാണ് മൊത്തം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സെൻസിക്കാതെ അതിനകത്ത് എല്ലാ ഫോണിൻ്റെയും സെൻസി ഉണ്ട്, പക്ഷേ എല്ലാം ബ്രസീലിയൻ ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണെന്ന്. നിങ്ങളുടെ ലാംഗ്വേജ് ഒന്നെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുക. അത് ശകല റിസ്ക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, ഗൂഗിളിൽ പോവുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെ നോക്കി നിങ്ങളുടെ കറക്റ്റ് ഫോണും നിങ്ങളുടെ സെൻസിങ് കണ്ടുപിടിക്കും. ഇനി അത്രയും ചെയ്യാൻ മടിയത്തിലാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ അത് വിട്ടേക്കുക. സെൻസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തേക്ക്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്ക്, അത് വിട്ടിട്ട് ഇനി ഞാൻ പറഞ്ഞത് ചെയ്യും. അത് ഇത്രയും ചെയ്യാൻ മടിയുള്ളവർ ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി. അപ്പോൾ ഇനി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബോളിറ്റാസ് FFX എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ബോൾസ് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഐഫോണിനകത്ത് ഈ മാക്രോ വെച്ച് കളിക്കുന്നതാണ്. അത് ഈ സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്തെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിനകത്ത് ലാംഗ്വേജ് ചോദിക്കും. ഇംഗ്ലീഷ് കൊടുക്കുക, ഹിന്ദി അറിയുന്നത് ഹിന്ദി കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം. ഇംഗ്ലീഷ് കൊടുത്ത് കയറി കഴിയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ആഡ് വരും. ആഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ചോദിക്കും. ഒന്ന് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇതെന്ന് പറയുമ്പോൾ ട്രിക്ക് ബട്ടൺ ആണ്, അല്ലെങ്കിൽ ബോള FF അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സർക്കിൾ വരും, സർക്കിൾ വരും. ആ സർക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് സർക്കിൾ എടുക്കുക. നിങ്ങളുടെ ഫയർ ബട്ടൺ ഉണ്ടല്ലോ, ഫയർ ബട്ടൺ സൈസ് അനുസരിച്ച് കൺട്രോൾ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കാര്യം പറയുന്നത് അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ബോളിൻ്റെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും കളർ മാറ്റാനും എല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ആ ബോൾ നിങ്ങൾ കളിക്കാൻ നേരത്ത് നിങ്ങൾ ലോക്ക് ചെയ്യണം. നിങ്ങൾ കറക്റ്റ് അവിടെ കൊണ്ട് വെക്കുക, ലോക്ക് ചെയ്യുക. അത് നിങ്ങൾ മറക്കരുത്. ലോക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അത് കാലം വരും, നിങ്ങൾക്ക് വർക്കാവത്തില്ല. നിങ്ങൾ കറക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 50% നിങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് നിങ്ങൾക്ക് സെൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണ്ടത് സെൻസിയാണ്, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ നേരെ കുറച്ച് താഴോട്ട്, ഈ ആപ്ലിക്കേഷൻ തന്നെ കുറച്ച് താഴോട്ട് വരുമ്പോൾ സെൻസിറ്റിവിറ്റി ബട്ടൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ആഡ് വരും. ആഡ് ക്ലോസ് ചെയ്യുക. ആഡ് ക്ലോസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സെൻസിറ്റിവിറ്റി മാനുവൽ നിങ്ങൾക്ക് വരും. അതായത് ഇതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് വരും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക. അല്ലാത്തവർ എഴുതിയെടുത്ത് നിങ്ങൾ ജസ്റ്റ് ഫ്രീ ഫയറിൽ പോവുക. അതുപോലെ തന്നെ കറക്റ്റ് വായിച്ച് നോക്കി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കറക്റ്റായിട്ട് നിങ്ങൾ സെൻസിറ്റിവിറ്റി കൊടുക്കുക. ഓക്കെ, അത് മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാണ് എന്ത് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ബ്രസീലിയൻ ലാംഗ്വേജ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നിങ്ങൾ ഡയറക്റ്റ് ഇത് ചെയ്തവർക്ക് ഇത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നേരെ ഈ ബോൾ ക്രിയേറ്റ് ചെയ്ത് ഗെയിം കളിക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യണം. ഇത് 2 ലൈൻ മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതി. ഏകദേശം 90% എല്ലാം വർക്കാവും. എൻ്റെ കയ്യിൽ പ്രൂഫില്ല, പക്ഷേ എനിക്ക് കുറേ പേര് ആൾക്കാർ മെസ്സേജ് അയച്ചായിരുന്നു, ബ്രോ നല്ല വർക്ക് ആയിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ വോയിസ് മെസ്സേജ് പറഞ്ഞെടുത്തത്.
അപ്പോൾ വോയിസ് മെസ്സേജ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ഷമിക്കുമോ, എൻ്റെ വീഡിയോ ഇല്ല. ഞാൻ പറഞ്ഞത് നല്ല വോയിസ് ആയിട്ട് പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് വോയിസ് കേൾക്കുക. ഏകദേശം 5 മിനിറ്റേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രമേ, നിങ്ങൾ 2x ഇട്ടാൽ മതി. നിങ്ങൾക്ക് കറക്റ്റായിട്ടെല്ലാം മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് മറക്കരുത്, ഷെയർ ചെയ്തേക്ക്. ഫ്രീ ഫയർ കളിക്കുന്ന പിള്ളേർക്കെല്ലാം ഷെയർ ചെയ്തേക്ക്. അതുപോലെ തന്നെ iOS ഡിവൈസ് കളിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ iOS ഡിവൈസ് ആണ്. അപ്പോൾ എനിക്കറിയാം കറക്റ്റായിട്ട് എങ്ങനെ സെൻസ് കൊടുക്കണോ. iOS ഡിവൈസ് ഉള്ള സെൻസ് വേണം, മാക്രോ സെൻസ്, അത് കൊടുക്കാൻ എനിക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കുക iOS എന്ന് പറഞ്ഞു. ഓക്കെ.